ഹലോ, ഇന്ന് നമുക്ക് നല്ല നാടൻ മട്ടൻ വരട്ടി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്ത് ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള അളവിലെടുത്തോളൂ കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി കൂടുതലെടുക്കാം. അങ്ങനെ എന്നിട്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വിസിലടുപ്പിക്കാം. ഒരു 3 വിസിൽ ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അതിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തേക്ക് ഇത് വാർത്തിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി, വറ്റൽമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു കോമ്പിനേഷനാണ് കേട്ടോ നാടൻ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ എപ്പോഴും ചെയ്യാറ് എങ്ങനെയെന്ന് അറിയോ, നമ്മളൊന്നായിട്ട് ഈ കഷ്ണം തട്ടി കൊടുക്കാതെ കുറച്ച് ചാറ്, അതിൻ്റെ കുറച്ച് കറി ഒഴിച്ചിട്ട് അതൊന്ന് കുറുക്കിയെടുക്കും. അത് കുറുക്കിയെടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, ഈ പീസ് അതായത് മട്ടനൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാവും. നല്ല നാടൻ ടേസ്റ്റ് മുന്നിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ കഷ്ണങ്ങൾ തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. വരട്ടിയെടുക്കാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടി പിടിക്കാൻ സമ്മതിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. സൈഡിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഊറി നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഈ മട്ടൻ തീരെ ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ സ്മെല്ലടിച്ചാൽ എനിക്ക് മറ്റുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ നിന്നൊക്കെ ഇപ്പോൾ എത്രയോ മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതൊന്ന് ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല, ടേസ്റ്റ് ആണെങ്കിലും അപാരമായിരിക്കും കേട്ടോ. പോട്ടെ, ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യണേ. എനിക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ ഇപ്പോൾ ഒരാളില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ബൈ.